ഓഫ് ലുക്ക് ആയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ റെഡ് ഡ്രസ്സും എന്റെ ടൈറ്റിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് നമ്മുടെ ക്രിസ്മസ് ആവാറായി, എല്ലാവരും സൂപ്പറായിട്ട് ആഘോഷിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് എല്ലാവരും ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും. അങ്ങനെ എല്ലാവരും സേഫ് ആയിട്ടും സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടും ക്രിസ്മസ് ആഘോഷിക്കുക. ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. രണ്ടും അഡ്വാൻസ് ആണ്. ഓക്കെ, അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. 2021 എല്ലാവർക്കും സൂപ്പറായിട്ട് ആവട്ടെ. ഫസ്റ്റ് വിഷയം ആയിരിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ മേക്കപ്പ് ലുക്ക് ഇതാണ് ഞാൻ എന്റെ ക്രിസ്മസ് മേക്കപ്പ് ലുക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ലുക്കാണ്. ക്രിസ്മസ് ഈവ് പാർട്ടിക്കും എന്തിനു വേണമെങ്കിലും നമ്മുടെ ഫോട്ടോഷൂട്ട്സിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പൊ എങ്ങനെയാണ് ഞാൻ ഈ മേക്കപ്പ് അല്ലെങ്കിൽ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തെന്ന് കാണണമെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ ഫുൾ കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എന്നാലും എന്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോ നമുക്ക് നമ്മുടെ ഈ ലുക്ക് എങ്ങനെയാ ക്രിയേറ്റ് ചെയ്തെന്ന് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇപ്പൊ ഞാൻ എന്റെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഡബിൾ ക്ലെൻസ് ചെയ്തിട്ട്. കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഡബിൾ ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ മേക്കപ്പ് മിസ്ലാർ വാട്ടർ വെച്ചിട്ടല്ല, ജസ്റ്റ് ഓയിൽ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തത്. അതിനുശേഷം ഫേസ് ഷോപ്പിന്റെ ഞാൻ ഇന്നലത്തെ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫോമിംഗ് ക്ലെൻസറിനെ കുറിച്ച്. ട്വിങ്കിൾ പാർട്ടി ഹെർബ് ഡേ 365 മാസ്റ്റർ ബ്ലെൻഡിങ് ഫോമിംഗ് ക്ലെൻസർ. സൂപ്പർ ആയിട്ടുള്ള ഒരു ക്ലെൻസറാണ്. ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് നല്ല ഫേസിലൊരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നെസ് ഇത് കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ക്ലെൻസർ. എൻ്റെ ഹോൾ വീഡിയോ കാണാത്തവര് ഇത് കാർട്ടിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. ഇവിടെ വരിക. അപ്പൊ കാർട്ടിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. എന്തായാലും കയറിയിട്ട് കാണുക, എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഈ ക്ലെൻസർ വെച്ചിട്ട് നന്നായിട്ട് എന്റെ ഫേസ് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ക്ലെൻസ് ചെയ്തു. അതിനുശേഷം ഇനി നമുക്ക് നമ്മുടെ ഫേസ് ടോൺ ചെയ്യാം. ടോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് KamaAyurveda പ്യുവർ റോസ് വാട്ടർ ആണ് ഞാൻ ടോൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ച് ഞാൻ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എനിക്ക് സാധാ റോസ് വാട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ഭയങ്കര അത് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര എന്താ പറയുക പുകച്ചില വരിക. എന്താണെന്ന് എനിക്കറിയില്ല. എങ്ങനെ ഞാൻ നമ്മുടെ നോർമലായിട്ട് ഗുലാബരി അങ്ങനെ ആയുറിൻ്റെ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ വരാറുണ്ട്. എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇതിപ്പോൾ ഞാൻ പേടിച്ചിട്ടാണ് യൂസ് ചെയ്തത്. പ്യുവർ റോസ് വാട്ടർ അല്ലേന്ന് പറഞ്ഞാൽ ശരി, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം നല്ല റിവ്യൂസും കുറേ പേര് ഇതിനെക്കുറിച്ച് നല്ലത് പറയണേ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടി ഞാനിത് വാങ്ങിയത്. പക്ഷെ സൂപ്പർ ആയിട്ടുണ്ട്. നല്ല സ്മെല്ലും എനിക്ക് അതിൻ്റെ ഇറിറ്റേഷനായി തോന്നുന്നില്ല. അപ്പൊ നമുക്ക് ടോണർ ഒന്ന് ഡ്രൈ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ടോണർ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അടുത്ത നമുക്ക് ഫേസ് നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്യാം. ഓക്കെ, മോയിസ്ചറൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയിസ്ചറൈസർ ആണ്. ഇത് ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ ആണ്. ഇതും ഞാൻ ഹൗൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ എന്റെ ഫേസ് നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്യാണ്. ഫേസ് എപ്പോഴും നന്നായിട്ട് തന്നെ മോയിസ്ചറൈസ് ചെയ്യുക. നമ്മുടെ മേക്കപ്പ് നന്നായിട്ട് പ്ലേസ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ലെയർ അല്ലേ നമ്മുടെ, ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് പോകുന്നല്ലേ ഫ്രെയിം മാറി പോകുന്നു. ഓക്കെ, അപ്പൊ അതൊരു എക്സ്ട്രാ ലെയറും അല്ലേ നമ്മുടെ സ്കിന്നിനും അതൊരു പ്രൊട്ടക്ഷനാണ്. ഒരു ഗ്ലോയിങ് ലുക്കൊക്കെ തരാൻ വേണ്ടിയിട്ടും അത് നല്ലതാണ്. എന്റെ ആക്ച്വലി ഡ്രൈ സ്കിൻ ആണ്. അപ്പോൾ ഞാൻ മോയിസ്ചറൈസ് നന്നായിട്ട് ചെയ്യാറുണ്ട്. കാരണം അങ്ങനെ ആകുമ്പോഴാണ് കുറച്ച് എന്റെ സ്കിൻ കുറച്ചെങ്കിലും അല്ലെങ്കിൽ ഡ്രൈ പാച്ചസ് ഒക്കെ എനിക്ക് വരാറുണ്ട്. അത്രയ്ക്കും ഡ്രൈ സ്കിൻ ആണ് എന്റെ. ഓക്കെ, ഇപ്പൊ ഞാൻ എന്റെ സ്കിൻ നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് എന്തായാലും നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് എന്നെ കുറെ നാളായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ കൂടുതലും വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് നൈറ്റ് ആണ്. ഇപ്പൊ നൈറ്റ് ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ എന്തായാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങളൊരു എന്തിനാണെങ്കിലും നിങ്ങൾ നോർമലായിട്ട് രാവിലെ വെറുതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ കൂടിയിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. കാരണം മൊബൈലും കമ്പ്യൂട്ടറൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ അതിൻ്റെയൊക്കെ റേഡിയേഷൻ വരും. സോ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാണ്ട് യൂസ് ചെയ്യുക. ഒരു അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന നല്ല സൺസ്ക്രീൻ എന്ന് പറയാൻ ലോട്ടസിന്റെ സൺസ്ക്രീൻ ഉണ്ട്. ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇപ്പൊ പക്ഷെ കയ്യിലെടുത്ത് വെച്ചിട്ടില്ല.
ലോട്ടസിന്റെ സൺസ്ക്രീൻ സൂപ്പർ ആണ്. പെട്ടെന്ന് വൈറ്റ് കാസ്റ്റ് ഒന്നും വരില്ല. സാധാരണ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മുഖത്ത് വെള്ളം പൂശിയതുപോലെ ഉണ്ടാവും. ഇത് പക്ഷെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല. വൈറ്റ് കാസ്റ്റ് ഒന്നും അധികം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്താൽ മതി. വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. സോ ഒരു അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന നല്ലൊരു സൺസ്ക്രീൻ എന്ന് പറയാൻ ലോട്ടസിന്റെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പൊ ഫേസ് മോയിസ്ചറൈസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഞാൻ ലിപ് മോയിസ്ചറൈസ് ചെയ്യാണ്. ലിപ് മോയിസ്ചറൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് എന്റെ ഫേവറേറ്റ് ലിപ് ബാം Maybelline ബേബി ലിപ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഷെയ്ഡ് ഉണ്ടോ? പിങ്ക് Lolita. ഞാൻ ഇതുവരെ ഇതിന്റെ ഷെയ്ഡ് നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്യാറേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഷെയ്ഡ് ഫ്ലേവർ വന്നിട്ട് പിങ്ക് Lolita. ആക്ച്വലി ഞാൻ ലിപ് ബാം ഫസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഷൂട്ട് നമ്മുടെ മേക്കപ്പ് ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മേക്കപ്പിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് പ്രൈമർ ഞാൻ ഇവിടെ എടുക്കുന്നത് കളർബാറിന്റെ പ്രൈമറാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ ഇതെടുത്തിട്ട് എനിക്ക് പോഴ്സ് ഉള്ള ഭാഗത്തൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു സിലിക്കോൺ ബേസ് പ്രൈമർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ പോഴ്സിനെയൊക്കെ നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യിക്കും. സോ ഒരു പ്രൈമർ എന്തായാലും യൂസ് ചെയ്യുക. പ്രൈമർ ഇല്ലാത്തവർ അല്ലെങ്കിൽ മേക്കപ്പ് അങ്ങനെ യൂസ് ചെയ്യാത്തവർ ഒരു അലോവേറ ജെൽ ആണെങ്കിലും യൂസ് ചെയ്താൽ മതി. അത് അത്യാവശ്യം പ്രൈമറായിട്ട് ആക്ട് ചെയ്യും. പ്രൈമർ ഉള്ളവർ പ്രൈമർ യൂസ് ചെയ്യാൻ നമ്മുടെ മേക്കപ്പ് കറക്റ്റായി പ്ലേസ് ചെയ്തിരിക്കാനും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കാനും ഒക്കെ ഒരു പ്രൈമർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോ പ്രൈമർ അപ്ലൈ ചെയ്തു. അടുത്തത് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് കൺസീലർ ആണ്. കൺസീലർ ഞാൻ എടുക്കുന്നത് Maybelline മാസ്റ്റർ കാമഫ്ലേജ് എന്ന് പറയുന്നത് ഈ ഒരു പാലറ്റിൽ നിന്ന് ഈ ഒരു ഷെയ്ഡ്, ഈ ഒരു ഓറഞ്ച് അങ്ങനത്തെ ഒരു ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ കൺസീലർ അപ്ലൈ ചെയ്യുന്നത്. അത് ഞാൻ ഫിംഗറിൽ തന്നെ എടുക്കുന്നത്. ഫിംഗറിൽ എടുത്തിട്ട് എനിക്ക് മറക്കേണ്ട ഡാർക്ക് സ്പോട്ട്സിൽ ഞാൻ അപ്ലൈ ചെയ്യാണ്. അതുപോലെ ഡാർക്ക് സർക്കിൾസ് ഞാൻ അപ്ലൈ ചെയ്യണം. എനിക്ക് അത്രയും ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ജസ്റ്റ് നമ്മുടെ ഈ ഡാർക്ക് സർക്കിൾസും അതുപോലെ തന്നെ ഭയങ്കര ഇതായിട്ടുള്ള പിമ്പിൾസിന്റെ മാർക്ക് കവർ ചെയ്യണം എന്നേ ഉള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ട് ഫ്ലോലെസ് സ്കിൻ ഉണ്ടാക്കിയത് ഭയങ്കര പൊട്ടി അടിച്ചതുപോലെ ഉണ്ടാവും. സോ നൈസ് ആയിട്ടുള്ളൊരു ബേസ് മതിയാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി കൺസീലർ ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. ഞാൻ എടുത്തിരിക്കുന്ന പാക്കിന്റെ ഈ മിനി സ്പഞ്ചാണ്. ഇതായിട്ടൊന്നും കവർ ആയില്ല. നല്ല രീതിയിൽ കവർ ചെയ്യണമെങ്കിൽ നല്ലൊരു കവറേജുള്ള കൺസീലർ അല്ലെങ്കിൽ നല്ല കവറേജുള്ള ഫൗണ്ടേഷൻ പിന്നെ ഗ്രീൻ കളർ കറക്റ്റർ ഒക്കെ യൂസ് ചെയ്ത് നമുക്കിത് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാനിപ്പോ എന്തായാലും അത്രയ്ക്ക് അങ്ങോട്ട് കവർ ചെയ്തിട്ട് ഇതാക്കുന്നില്ല. ഓക്കെ, അപ്പോ കൺസീലറും അപ്ലൈ ചെയ്തു. അടുത്തത് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ഫൗണ്ടേഷൻ ആണ്. ഫൗണ്ടേഷൻ ഞാൻ ഇവിടെ എടുക്കുന്നത് Maybelline ഫിറ്റ്മി റേഞ്ചിൽ വരുന്ന ഫൗണ്ടേഷൻ ആണ്. ആൻഡ് ഇതിന്റെ ഷെയ്ഡ് 130 ബഫ് ബീച്ച്. 130 ബഫ് ബീച്ച്. ആൻഡ് ഞാനിത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ഞാൻ ഒരു പമ്പ് എടുക്കാണ്. ഓക്കെ, ഒരു പമ്പ് ഫൗണ്ടേഷൻ എടുത്തു. എന്നിട്ട് ഏതെങ്കിലും ഒരു സെറം, നിങ്ങൾക്ക് ഏത് സെറം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് Estee Lauderന്റെ നൈറ്റ് റിപ്പയർ സെറം ആണ്. ഈ ANR എടുത്തിട്ട് ഞാൻ ഒരു ഡ്രോപ്പ് ഇതിന്റെ കൂടെ അപ്ലൈ ചെയ്യണം. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ നല്ല ഡ്യൂയി ആയിട്ട് ഗ്ലോയി ആയിട്ട് നിൽക്കുകയും ചെയ്യും. അതേസമയം ഡ്രൈ സ്കിന്നുകാർക്ക് ഒരുപാട് കേക്കി ആയിട്ട് ഉണ്ടാവില്ല. സോ അപ്പൊ ഇങ്ങനെ എന്തായാലും ഫൗണ്ടേഷനോ സെറമോ അതുപോലെ മോയ്സ്ചറൈസറോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ ഇടുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ കേക്ക് ആയിട്ട് ഉണ്ടായാലും നല്ലൊരു ഡൂയി ലുക്കും നമുക്ക് കിട്ടും.
കഴുത്തിലും അതുപോലെ തന്നെ ചെവിയിലും അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ ചെയ്തു പറഞ്ഞാൽ കളർ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഫൗണ്ടേഷനും അപ്ലൈ ചെയ്ത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും കാണുന്നുണ്ടാവുന്നത് ഇവിടെ ചെറിയ രീതിയിലൊക്കെ മാർക്സ്. എനിക്ക് അങ്ങനെ ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല. കാരണം അത് എന്റെ മുഖത്തിനകത്ത് ചിലപ്പോൾ ചേർന്നു വരുന്നില്ല എന്ന് മാത്രമല്ല അത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലുക്കായിരിക്കും. അതിനേക്കാളും നമ്മുടെ ചെറിയ ചെറിയ ഇതൊക്കെ കാണുന്നത് തന്നെയാണ് ഭംഗി. ഓക്കെ, അപ്പോ എന്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് Maybelline Fit Me റേഞ്ചിൽ വരുന്ന ലൂസ് പൗഡർ ആണ്. ആൻഡ് എന്റെ ഷെയ്ഡ് വന്നിട്ട് 25 മീഡിയം. ആൻഡ് ഞാൻ എന്റെ അണ്ടർ ഐസ് ഞാൻ കൺസീലർ എവിടെയാണ് അപ്ലൈ ചെയ്തത് അവിടെ മാത്രമേ ഞാൻ കുറെ ഡിസ്പ്ലേ നോക്കി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കൺസീലർ അപ്ലൈ ചെയ്തിട്ട് മാത്രമേ ഞാൻ എന്തായാലും സെറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഞാനിപ്പോ സെറ്റും ചെയ്തു. അടുത്തത് ഞാൻ ഐബ്രോസ് ഡിഫൈൻ ചെയ്യാണ്. ഐബ്രോസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് മിസ് ക്ലെയറിന്റെ ഐബ്രോ കേക്ക് ആണ്. ഇതിൽ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇന്ന് ഡാർക്ക് ഷെയ്ഡ് എടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഈ ബ്രൗണും ബ്ലാക്കും കൂടി, സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാറ്, ബ്രൗണും ബ്ലാക്കും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുക. അപ്പൊ ഇപ്പൊ ഞാൻ ഐബ്രോസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇവിടെ എക്സ്ട്രാസ്. ഞാൻ എന്തായാലും എടുത്ത് കളഞ്ഞിട്ടില്ല. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ജസ്റ്റ് പ്ലക്ക് ചെയ്ത് കളയാമെന്ന്. പിന്നെ വിചാരിച്ചു ഇനി പ്ലക്ക് ചെയ്ത് പിന്നെ അത് വീണ്ടും വന്ന് വീണ്ടും തിക്നെസ് ഒക്കെ വന്നിട്ട് ത്രെഡ് ചെയ്യാൻ ഇനിയും കുറെ ടൈം എടുക്കും. സോ ഞാൻ അത് അങ്ങനെ തന്നെ വെക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ ഐബ്രോസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ഐ മേക്കപ്പിലേക്ക് പോവാം. ഐ മേക്കപ്പിന് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് മേക്കപ്പ് റെവല്യൂഷന്റെ റീലോഡഡ് മാർവലസ് മാറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു പാലറ്റിന് ഈ ഒരു റെഡ് ഷെയ്ഡ്. ഇതാണ് ഇപ്പൊ ഒരു റെഡ് കോസ്റ്റ്യൂം ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു റെഡ് ഷെയ്ഡ് വെച്ചിട്ട് ഫസ്റ്റ് എന്റെ ക്രീസ് മൊത്തം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാണ്. ഞാൻ ഒരുപാട് ഡാർക്ക് ആക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് തന്നെ കൊടുക്കുന്നുള്ളൂ. ഇനി ഔട്ടർ കോർണർ മാത്രം ഞാൻ ഡാർക്ക് ചെയ്ത് കൊടുക്കാണ്. ലോറിയൽ പാരസിന്റെ ഈ ഒരു ലാവ് പെറ്റേറ്റ് മിനി ഐഷാഡോ പാലറ്റ് അല്ലേ, മിനി ഐഷാഡോ പാലറ്റ് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഞാൻ ഇന്നർ കോർണറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഐഷാഡോ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഐലൈനർ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതാൻ പോവാണ്. ഐലൈനർ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡയുടെ മാഗ്നറ്റൈസ് ഐലൈനർ ആണ്. ഫോക്കസ്. ഓക്കെ, അപ്പൊ ഈ ഐലൈനർ വെച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് എഴുതി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ ഐലൈനർ എഴുതിയിട്ടുണ്ട്. ചെറുതായിട്ട് എഴുതണോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ എഴുതിയത്. എഴുതുമ്പോ എപ്പോഴും ഉള്ളതാണ്. ചെറുതായിട്ട് എഴുതി വരുന്നിട്ട് അതിന്റെ തിക്നെസ് എപ്പോഴും കൂടും. അത് എപ്പോഴും ഉള്ളതാണ്. അപ്പൊ ഇതൊന്ന് ഡ്രൈ ആവട്ടെ. അതിനുശേഷം നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. ഞാൻ ഇപ്പൊ കാജലൊന്നും എഴുതുന്നില്ല. അപ്പൊ ഒന്ന് ഡ്രൈ ആവുന്നവരെ അത് വെയിറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഞാൻ കോണ്ടൂർ ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് കോണ്ടൂറിങ് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. ഞാൻ ഹെവി മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ കോണ്ടൂറിങ് ചെയ്യാറുള്ളൂ. ആൻഡ് അതും ഞാൻ ലൈറ്റായിട്ട് കോണ്ടൂർ ചെയ്യാറുള്ളൂ. സോ ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ബ്ലഷ് ആണ്. ബ്ലഷ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് എറ്റ്യൂഡ് ഹൗസിന്റെ കളർഫുൾ വിവിഡ് ചീക്ക് ആൻഡ് ലിപ് ടിന്റ് ആണ്. ആൻഡ് ഇതിന്റെ ഷെയ്ഡ് PK003 എന്നാണ് ഇതിന്റെ ഷെയ്ഡ്. ഞാൻ അത്
ഞാൻ കുറച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഹലോ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഹൈലൈറ്റർ ആണ്. ഇത് വെച്ചിട്ട് ഞാൻ എന്റെ ചീക്കിന്റെ ഹൈ പോയിന്റ്സിലും എവിടേക്കാണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് അവിടെ നിന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അതും ഞാൻ ഫിംഗർ വെച്ചിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പോ ഹൈലൈറ്റും ചെയ്തു. ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ആ ഐലൈനർ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി മസ്കാര അപ്ലൈ ചെയ്യാം. ഓക്കെ, മസ്കാര അപ്ലൈ ചെയ്യുന്നതിന് ഞാൻ എന്റെ ഐലാഷ് ഒന്ന് കേൾ ചെയ്യാണ്. അപ്പോ ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. മസ്കാര ഞാൻ ഇവിടെ എടുക്കുന്നത് ലോറിയൽ പാരീസിന്റെ വോളിയൂമിനസ് ലാഷ് പാരഡൈസ് മസ്കാരയാണ്. ഇത് അടിപൊളി മസ്കാരയാണ്. നമ്മുടെ ഫോൾസ് ലാഷസ് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു പൊളി മസ്കാരയാണിത്. അപ്ലൈ ചെയ്തു. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ലിപ്സ്റ്റിക്. അപ്പൊ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ്പ് ലൈൻ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് Maybelline LipLiner ആണ്. ആൻഡ് ഇതിന്റെ ഷെയ്ഡ് ഇത് ഫോക്കസ് ആവുമോ, ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ബ്രിക്ക് റെഡ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ബ്രിക്ക് റെഡ്. ഞാനൊന്ന് ജസ്റ്റ് ലൈൻ ചെയ്ത് കൊടുക്കാം ഫസ്റ്റ്. നമുക്ക് വേണമെങ്കിൽ ഈ ലിപ് ലൈനർ വെച്ചിട്ട് തന്നെ ഫുൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ തോന്നുന്നു. ഞാൻ വേറെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നില്ല. ഈ ലിപ് ലൈനർ തന്നെ വെച്ചിട്ട് ലിപ്സ്റ്റിക് ആയിട്ട് അപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മുടെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഞാനിനി കമ്മലും ഒന്ന് ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേഗം വരാം, ഒരു ക്രിസ്മസ് ഔട്ട്ലുക്കിൽ വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്ന ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലും നമ്മുടെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, സ്റ്റേ സേഫ്. പിന്നെ എല്ലാവരും ക്രിസ്മസ് സൂപ്പറായി അടിപൊളിയായിട്ട് ആഘോഷിക്കുക. And we just love